ഹലോ. ഹലോ. വെറുതെ ഒന്ന് ഹോസ്റ്റലിൽ കയറി. അപ്പൊ കൂട്ടുകാരികൾ പറഞ്ഞു ഇപ്പൊ കമ്പനിയൊന്നുമില്ല, ഒറ്റയ്ക്കാണെന്ന്. എന്തു പറ്റി? ഡോക്ടർക്ക് എന്ത് പറ്റി? എന്നെ പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നാൻ? 2-3 ദിവസമായി മനസ്സിനാകെ ഒരു വിഷമം. ഒന്ന് കാണണമെന്ന് തോന്നി. എന്തിന്? അന്ന് ഞാൻ മായയെ വല്ലാതെ നോവിച്ചു അല്ലേ? എങ്ങനെ? അച്ഛനും അമ്മയും ആരെന്നറിയാത്തോളം എന്നൊക്കെ പറഞ്ഞ്. ഓ, അതിലെന്താ? കുഞ്ഞുനാൾ മുതൽ അതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. മുതിർന്നപ്പോ അതൊക്കെ മറക്കാൻ വേണ്ടിയല്ലേ ഞാനൊരു ബഹളക്കാരിയായത്. ഡോക്ടറുടെ ഭാഷയിൽ പറഞ്ഞ ഗാങ് ലീഡർ, നൊട്ടോറിയസ്. എനിക്ക് മാപ്പ് തന്നൂടെ? എന്തിന്? ആരോ എന്നോട് അക്കാലത്ത് പറഞ്ഞു മായയുടെ അച്ഛനും അമ്മയൊക്കെ കാനഡയിലാണ്, വന്നിട്ടേ ഇല്ല, പണം മാത്രമേ അയക്കുള്ളൂ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ അന്നങ്ങനെ ഹേർട്ട് ചെയ്തത്. ശരിക്കും മായയുടെ സ്ഥിതി ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങനൊന്നും പറയില്ലായിരുന്നു. ഐ എം സോറി. അതിനിപ്പോ എന്താ? അതെനിക്ക് നന്നായില്ലേ. ഡോക്ടർ എന്നെ വാശി പിടിപ്പിച്ചതുകൊണ്ട് ഞാൻ അവരെ കണ്ടുപിടിക്കും. എന്നിട്ട് ഡോക്ടറുടെ മുമ്പിൽ കൊണ്ടുവന്ന് പറയും, ഇതാണ് എൻ്റെ അമ്മ, ഇതാണ് എൻ്റെ അച്ഛൻ, ദേ കണ്ടോന്ന്. ഉറപ്പായിട്ടും? ഉറപ്പായിട്ടും. അന്ന് ഡോക്ടർ എനിക്ക് എന്ത് തരും? അവരെ എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ മായയ്ക്ക് പറ്റിയാൽ തീർച്ചയായും ഞാൻ എന്നെ മായയ്ക്ക് തന്നേക്കാം. ഇഫ് യു ലവ് മീ, ഇഫ് യു ലൈക്ക് മീ. കൊണ്ടുവരാൻ പറ്റിയില്ലെന്ന് വെച്ചോ, അപ്പൊ മായ എനിക്ക് തന്നേക്കണം. ബിക്കോസ് ഐ ലവ് യു, ഐ ലൈക്ക് യു. അയ്യോ, കൺഫ്യൂഷൻ കൺഫ്യൂഷൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞേ. ദേ കളിതമാശയൊക്കെ വിട്, ഞാൻ കാര്യമായിട്ടാ പറയുന്നത്. ഞാനും കാര്യമായിട്ടാ പറയുന്നേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നേ. എന്നാ മനസ്സിലാക്കിയോ? അച്ഛനെ മറക്കുക, അമ്മയും മറക്കുക. എന്നെ ഇഷ്ടമാണെങ്കിൽ മായ എനിക്ക് തന്നേക്ക്, ഞാൻ അംഗീകരിച്ചോളാം. അത് പറയാനാ വന്നത്. ദേ നുണ പറയുന്നു. അല്ല, സത്യം. എന്താ ആലോചിക്കുന്നത്? നുണയാണെങ്കിലും സത്യമാണെങ്കിലും ഐ എം സോറി ഡോക്ടർ, എനിക്ക് സമ്മതമല്ല. എന്തേ? പിന്നെ അന്ന് എന്തിനാ എന്നോടൊന്ന് പ്രണയമാ, കല്യാണം വേണേലും കഴിക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞത്? അതന്നല്ലേ. ഇന്നെന്റെ സ്ഥിതി അതല്ലല്ലോ. ഇന്ന് എന്താ കുഴപ്പം? ഇന്ന് എനിക്ക് ഇത്തിരി വാശിയാ. എന്റെ വേണ്ടപ്പെട്ടവർ എന്നെ അംഗീകരിക്കാതെ ഡോക്ടറോട് എന്നെ അംഗീകരിക്കാൻ പറയുന്നത് ന്യായമല്ലല്ലോ. ഓ, അപ്പൊ അച്ഛനെ അമ്മയും കണ്ടുപിടിച്ച് വന്നിട്ടേ നമ്മുടെ കാര്യം നടക്കൂ. അത്രേ ഉള്ളൂ. ശരി, ഞാനങ്ങ് പോയേക്കാം. കണ്ടുപിടിച്ച് വന്നിട്ടൊന്ന് അറിയിച്ചേക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. വരട്ടെ. ഒന്നറിഞ്ഞോ, ഒരു കാലവും മായ അവരെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. കണ്ടുപിടിച്ചാൽ തന്നെ മായ അവരെ അംഗീകരിക്കാനും പോകുന്നില്ല. 19 വർഷമായിട്ട് വേണ്ടാത്തവരാ ഇപ്പൊ വലിഞ്ഞേറി വരാൻ പോകുന്നത്. നാണമില്ലല്ലോ. പാർവതീശ പരമ പവിത്രം പാർവതീശ പരമ പവിത്രം പാപ പുണ്യ പഞ്ചകം പാർവതീശ പരമ പവിത്രം പാപ പുണ്യ പഞ്ചകം കാർത്തികേയം കീർത്തിയോഗം കാർത്തികേയം കീർത്തിയോഗം ആത്മനാത്മോ ഏകനേകം ആത്മനാത്മോ അരമണിക്കൂർ പോലും അവൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവളെ വലിച്ചു കെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവരണം. പോയിക്കോളൂ.
വരൂ. എന്താ മായി? എന്താ നിന്റെ ഉദ്ദേശം? എന്തിനാ നീ എന്നെങ്ങനെ ശല്യം ചെയ്യുന്നത്? നീ കേട്ടതും അറിഞ്ഞതും ഒക്കെ ശരിയാണ്. ശിവപ്രസാദ് നിന്നോട് പറഞ്ഞത് സത്യമാണ്. 19 വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ വെച്ച് ഞാൻ പ്രസവിച്ച കുട്ടിയാണ് നീ. പക്ഷേ ഏത് കാരണങ്ങൾ കൊണ്ട് ഇത്രയും കാലം ഞാൻ നിന്റെ അരികിലേക്ക് വരാതിരുന്നു, നിന്നെ ഒരു മകളായി അംഗീകരിക്കാതിരുന്നു, അതേ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇന്നും എനിക്ക് നിന്നെ അംഗീകരിക്കാനാവില്ല. നിനക്കിതുവരെ കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം ഇനിയും തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കും, വേണമെങ്കിൽ അതിൽ കൂടുതലും. പക്ഷെ ഒന്ന് മാത്രം ചോദിക്കരുത്, ഒരമ്മയെന്ന നിലയിലുള്ള സ്നേഹം, വാത്സല്യം, ലാളന, അതൊക്കെ 19 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയതാണ്. ദയവ് ചെയ്ത് മകളെ അമ്മയെ ഉപദ്രവിക്കരുത്. നിങ്ങൾ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഒരമ്മ എന്ന നിലയിലുള്ള നിങ്ങളുടെ അംഗീകാരം എനിക്ക് വേണ്ട. നിങ്ങളുടെ ലാളന, സ്വത്തുക്കൾ, പദവി, സ്നേഹം ഒന്നും എനിക്ക് വേണ്ട. നിങ്ങൾക്ക് എന്നെ ഭയമാണെങ്കിൽ, ഇഷ്ടമല്ലെങ്കിൽ നമുക്കിപ്പോ പിരിയാം. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ വഴി വന്ന് നിൽക്കില്ല. ഒരിക്കൽ പോലും ഞാൻ നിങ്ങളെ കാണുക പോലും ഇല്ല. കാരണം നിങ്ങൾ എന്നെ വെറുക്കുന്നതിന്റെ 1000 ഇരട്ടി ഞാനിപ്പോ നിങ്ങളെ വെറുക്കുന്നു. ഇവിടെ വെച്ച് നമുക്ക് പിരിയാം. പക്ഷേ പിരിയുന്നതിന് മുൻപ് എനിക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞേ തീരൂ. ഒന്ന്, ആരാണ് എൻ്റെ അച്ഛൻ? 2, 19 വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ എറിയേണ്ടിയിരുന്ന എന്നെ എന്തിനാ ഇത്രയും വളർത്തിയത്? എന്തിനാ ഈ പണക്കാരുടെ കോളേജിൽ വലിയൊരു പണക്കാരിയായി എന്നെ വാഴിച്ചത്? എന്തായിരുന്നു നിങ്ങൾ ഇത്രയും കാലം എനിക്ക് തന്നുകൊണ്ടിരുന്നത്? സ്നേഹമോ പരിഹാസമോ? പറ. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം തരാതെ എനിക്ക് നിങ്ങളെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. മായി, നിന്റെ അച്ഛൻ ആരാണെന്ന് അറിയാവുന്ന ഒരേ ഒരാളെ ഉള്ളൂ ഈ ലോകത്തിൽ. ഞാൻ മാത്രം. ഞാൻ മരിക്കുന്നവരെ അത് മറ്റൊരാൾ അറിയില്ല. അറിയാൻ ഞാൻ സമ്മതിക്കില്ല. നീ എത്ര ചോദിച്ചാലും ഞാനത് പറയില്ല മായി. പിന്നെ ഞാൻ എന്തിനാ ഇത്രയും കാലം നിന്നെ വളർത്തിയത്? ഞാൻ എന്തിനാ നിന്നെ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിച്ചത്? ഞാൻ എന്തിനാ ഒരിക്കലും പോലും നിന്നെ കാണാൻ വരാതിരുന്നത്? ഞാൻ എന്താ നിനക്ക് തന്നുകൊണ്ടിരുന്നത്? സ്നേഹമോ പരിഹാസമോ? അതൊന്നും എനിക്കറിയില്ല കുട്ടി. ഈ കണ്ണീര് കൊണ്ട് എന്നോട് ഇത്രയും കാലം ചെയ്ത കളങ്കം നിങ്ങൾക്ക് കഴുകിക്കളയാനാവില്ല. ഇനിയും വരും ഞാൻ. എന്റെ അച്ഛൻ ആരെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ നിങ്ങളെ സ്വൈര്യമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നോക്കിക്കോ, നിങ്ങളെ കൊണ്ടത് പറയിക്കാനായി എത്രമാത്രം താഴാവോ, എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ഞാൻ ചെയ്തിരിക്കും.